അനാഥകളുടെ സംരക്ഷകനെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് അനുവദനീയമായ സന്തോഷമുണ്ട്. ഇന്നലെ ഈ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ തടിച്ചുകൂടിയ 10,000 ആളുകളെ സാക്ഷി നിർത്തിയിട്ട് മിനിങ്ങാന് തിരൂരില് കൊടുങ്ങിയില് കടുത്തറക്കപ്പെട്ട പാവപ്പെട്ട ഷഹീദ് ഫൈസലിന് വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലത്തെ പ്രസംഗം ഇന്ന് യൂട്യൂബിലും വാട്സപ്പിലും വൈറലായി. എത്രയോ ആളുകളാണ് എന്റെ ഫോൺ നിറച്ച മെസ്സേജാണ്, ഉസ്താദേ കൊടുങ്ങിയിലെ ഷഹീദ് ഫൈസലിനെ കുറിച്ച് ബാക്കവേ നിങ്ങളുടെ പ്രസംഗം കേട്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളില്ല, അവരെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകുടുംബമില്ല. പിതാവിനെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന മക്കൾക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യക്കും ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ നിങ്ങളുടെ പ്രഭാഷണം അവർക്കൊരാശ്വാസമായി, ദുഃഖിക്കുന്ന കൊടിഞ്ഞക്കാർക്ക് ആശ്വാസമായി. ആരാണ് മുസ്ലിം എന്നറിയുമോ? ആരാണ് പ്രവാചകൻ എന്നറിയുമോ? തിരൂരിലെ കൊടിഞ്ഞി മഹല്ലിനെ ഞാൻ ആദരിക്കുകയാണ്. ഈ 10,000 സദസ്സ്, അവിടുത്തെ കുറെ ചെറുപ്പക്കാർ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ ഈ അടുത്ത സമയത്ത് വന്നിരുന്നു. 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമിന് 2 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് ഇരുട്ടിൽ പതിയിരുന്നിട്ട് നിട്ടൂരമായി കൊല ചെയ്തിട്ടും 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടിഞ്ഞിയിൽ ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടില്ല. ഒരു വീടിന് കല്ലെറിഞ്ഞില്ല, ഒരു വ്യാപാര സ്ഥാപനം തകർക്കപ്പെട്ടില്ല. 99% മുസ്ലിമീങ്ങൾ. ഇരുട്ടിന്റെ കാവൽക്കാരെ കേട്ടുകൊള്ളുക, തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പകരം വീട്ടാൻ സന്തട്ടമുള്ളത് കൊണ്ടല്ല. ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. വിശ്വാസിയെ കൊല്ലാൻ, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തതിന്റെ പേരിൽ ഒരു ഹിന്ദു സമൂഹത്തെ നിങ്ങൾ തിരിച്ചു പ്രത്യാക്രമിക്കരുത്. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇറങ്ങിപ്പോയ തന്റെ ഭാര്യാപിതാവിനെ കൂട്ടാൻ രാവിലെ ഇറങ്ങിപ്പോയ ഷഹീദ് ഫൈസൽ അറിയുമോ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ഷഹീദ് ഫൈസലെ തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പാതിരാ സമയത്ത് തനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിപ്പോയ ഫൈസൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന തെമ്മാടികളുടെ കത്തിക്കരയാകുമ്പോ തന്റെ മുമ്പിലേക്ക് വന്ന് കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട തനിക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് കിടന്ന് പൊട്ടിക്കരയുമ്പോ പറയാ നമുക്ക് ഷഹീദ് ഫൈസലിന്റെ ഭാര്യയോട്, ഇല്ല, ഷഹീദ് ഫൈസലിന്റെ ആത്മാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വർഗം അന്വേഷിച്ചുകൊണ്ട് പാറിപ്പറന്ന് നടക്കുകയാണ്. 9, 8, 3 വയസ്സുള്ള ആ പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ പൊന്നു പെൺമക്കളോട് നമുക്ക് പറയാം, ഇല്ല മക്കളെ, ഇല്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൗഹുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൈഹാനുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ജീവിതത്തിന്റെ സ്വർഗമുള്ളത്. നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടില്ല, ഷഹീദ് ഫൈസൽ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ താഴ്ത്തപ്പെട്ട പച്ചക്കുപ്പയുടെ മുകളിൽ പച്ചപ്പക്ഷികളുടെ ഹൃദയ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുകളായി അല്ലാഹുവിന്റെ അർശിന്റെ സ്വർഗലോകത്തോടെ ഷഹീദ് ഫൈസൽ പാറിപ്പറന്ന് നടക്കുകയാ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലാഹുവിൽ വിശ്വസിച്ചതോ അവൻ ഇഷ്ടപ്പെട്ട മതം പൂകിയതോ? എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്ന് ആ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മ മീനാക്ഷി കൂടപ്പറപ്പിന് മുത്തം കൊടുത്ത് കബറിലോട്ടെടുത്ത് വെച്ച പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ 2 ഹൈന്ദവ സഹോദരിമാർ കൊടിഞ്ഞി ഒരു മഹല്ലായി, കൊടിഞ്ഞി മഹല്ല് മാതൃക കാണിച്ചു. ഷഹീദ് ഫൈസലിന്റെ മയ്യത്തടക്കിയപ്പോ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തു ഷഹീദ് ഫൈസലിന്റെ കുടുംബത്തെ. ആ നാട്ടിലെ സുമനസ്സുകൾ പറഞ്ഞു, ഷഹീദ് ഫൈസലിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ മക്കളാ, ഷഹീദ് ഫൈസലിന്റെ ഭാര്യ അത് ഞങ്ങളുടെ ഭാര്യമാരെ പോറ്റുന്നത് പോലെ പോറ്റപ്പെടേണ്ടവളാ. കൊടിഞ്ഞി നാടിന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. 99% മുസ്ലിമീങ്ങളെ താമസിച്ചിട്ടും ഒരു കരിയില പോലും അനങ്ങാട് മഹല്ല് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞു, സമാധാനം തകർക്കപ്പെടരുത്. ഇതെവിടെ നിന്ന് പഠിച്ച പ്രകാശമാണെന്നറിയോ? ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്നാ, ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്നെന്നറിയോ? തന്നെ കൊല്ലാമേട് കൈവാളയത്തിന്റെ പുറകിൽ കാത്തു നിന്നവനോട് വാള് പൊക്കിയിട്ട് തന്നെ മുമ്പിലേക്ക് വരുമ്പോ, കരുത്ത് വെട്ടാൻ വരുമ്പോ ആ വെട്ടുന്ന
മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ അറിയാതെ വിരലിൽ നിന്ന് കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ തന്നെ കൊല്ലാമെന്നവൻ പേടിച്ചു പറച്ചു വാളും കയ്യിലിട്ട് നിൽക്കുകയാ. സഹാബത്ത് മറുഭാഗത്ത് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ പാതിരാ സമയത്ത് ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവനെ, ഷഹീദ് ഫൈസലിന്റെ രക്തമെടുത്തവനെ കേട്ടുകൊള്ളുക. ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരമാണിത്. ഇത് റബീന്റെ പാതയാണിത്. ഇത് മദീനത്തിന്റെ വഴിത്താരയാണിത്. പാതിരാ സമയത്ത് തന്നെ ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവന് തന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈവറച്ച് വാളുതാട വീണപ്പോ ഇനി താൻ പെട്ടത് തന്നെ മുഹമ്മദിന്റെ അനുയായികളെ തന്റെ കരുത്തു വെട്ടുമെന്നുറപ്പായി. പേടിച്ചരണ്ട് നിന്ന തന്റെ എതിരാളിയോട് ഇരുട്ടിന്റെ മറവ് പറ്റി തന്റെ കരുത്തു വെട്ടാമെന്നവനോട് പെട്ടെന്ന് പറഞ്ഞു അത്രേ, ആരും നിന്നെ കണ്ടിട്ടില്ല മോനെ, എന്റെ അനുയായികള് കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ. എന്റെ അനുയായികൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഉമർ കണ്ടാല് വെറുതെ വിടില്ല, ഖാലിദ് കണ്ടാല് വെറുതെ വിടില്ല, സയ്യിദ് നിന്റെ തല വെട്ടിക്കളയും മോനെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ ആ ലോകത്തിന്റെ സത്യത്തിന്റെ വാക്ക് കേട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് വീണ് അസ്ലംതു ബൈന യദയിൽ മുസ്തഫ, എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം മതം സ്വീകരിച്ച ഒരു അനുയായിയുടെ കഥയാണ് പറയാനുള്ളതെങ്കിൽ കൊടിഞ്ഞിയിൽ ഷഹീദ് ഫൈസൽ മരണപ്പെട്ടതിന് ശേഷം നടന്നത് അത് മുത്തു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ പാതയാണ്. ഇൻഷാ അല്ലാഹ് തൃക്കരിപ്പൂർ ഈ സദസ്സിൽ ഞാൻ പറയുന്നു, ഷഹീദ് ഫൈസൽ അവസാനം ബാക്കി വെച്ചൊരാഗ്രഹമുണ്ട്. അത് മാത്രം പൂർത്തിയാക്കാതെ ഫൈസൽ യാത്രയായി എല്ലാവരോടും പറയുമായിരുന്നു അത്രേ, എനിക്കൊന്ന് ഉംറ ചെയ്യണം, എനിക്ക് എന്നെ ഹബീബായ മുത്തിന്റെ ചാരത്ത് തന്നൊന്ന് സലാം പറയണം, എനിക്ക് അതരല്ല സ്വതൊന്ന് ചുംബിക്കണം. ഷഹീദ് ഫൈസൽ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിന്റെ മണ്ണിന്റെ ഉള്ളിലിരുന്ന് നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്ക് നീ കേൾക്കുന്നുണ്ട്. കാരണം നീ മരിച്ചിട്ടില്ല ഫൈസലേ. വലാ തക്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ അവര് മരിച്ചിട്ടില്ല, അവര് മണ്ണോട് ചേർന്നിട്ടില്ല. അങ്ങനെ കൊടിഞ്ഞിപ്പള്ളിയുടെ ഖബർസ്ഥാനിന്റെ മണ്ണിന്റെ അടിയിലിരുന്ന് സ്വർഗത്തിന്റെ മാനാകമാരുടെ താരാട്ട് കേട്ട് ഫൈസലേ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ മദീനയുടെ പച്ചക്കുബ്ബയിൽ പോയി സലാം പറയണമെന്നുള്ള നിന്റെ ആഗ്രഹം ബാക്കി വെച്ച് നീ മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ആ നിന്റെ ആഗ്രഹം നിനക്ക് വേണ്ടി ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ സ്വലാത്ത് മരണപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ മോഹത്തിന്റെ പൂർത്തീകരണമാക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഷഹീദ് ഫൈസലിന്റെ ആത്മാവിന് വേണ്ടി ഈ തൃക്കരിപ്പൂരിലെ റബീ പ്രഭാഷണത്തിന് വന്ന 10,000 ദുആ ചെയ്യുന്ന സലാം ചൊല്ലുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ഇത് നമ്മുടെ സഹോദരന് വേണ്ടി ഹംസയെ പോലെ ഉഹദ് രണാങ്കണത്തിൽ കുടൽമാലകൾ ചിതറി വറിച്ചപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിന് കാരണക്കാരനായ വഹ്ശി കൊന്നൊടുക്കിയ ഹംസയെ പോലെ കാലഘട്ടത്തിന്റെ ഹംസമാര് മരിച്ചിട്ടില്ല. കാലഘട്ടത്തിന് വീണ്ടും വീണ്ടും ഹംസമാരുണ്ടാകും. അല്ലാഹുവേ ഞങ്ങളുടെ ഷഹീദുകളെ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ആരെതിർത്താലും ആര് കൊല ചെയ്താലും ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രബല ഊതിവെടുത്താൻ കഴിയില്ല. ഒരു ഫൈസലിനെ നിങ്ങൾ കൊന്നൊടുക്കിയാൽ അതിൽ നിന്ന് 1000 ഫൈസലുമാര് ജനിച്ചു വരുമെന്ന്. ആ ഒരു വധത്തിന്റെ പുറകിൽ ഇനി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നിനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇതൊരു ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്തുനിന്ന് പോയി സലാം പറയണമെന്ന ചെറുപ്പക്കാരന് ആഗ്രഹമുണ്ടായിരുന്നു.
പറയുന്നത്രേ, അല്ലാഹുവേ ഞങ്ങൾക്കും കൊതിയുണ്ട്, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ, അല്ലാഹുവേ നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം